Hi everyone. നമ്മൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിന്റെ മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ് ദ ലെബേഗ് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം. എല്ലാ കൊല്ലം ചോദിക്കുന്നതാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. എങ്ങനെയാണ് ഈ തിയറം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോക്കാം. ലെറ്റ് Fn ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ. Fn എന്നത് ഒരു സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. F1, F2, F3 ഒക്കെ എന്താണ് മെഷറബിൾ ഓൺ ഇ ആണ്. Okay. Suppose there is a function g that is integrable over e. അപ്പോൾ രണ്ട് കാര്യമാണ് അവിടെ എന്തുണ്ട്, g എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ജിയുടെ പ്രത്യേകത ആണ് വിച്ച് ഈസ് ഇൻറ്റഗ്രബിൾ. അത് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണ്. g എന്നത് ഇൻറ്റഗ്രബിൾ ആണ്. ആൻഡ് ഇറ്റ് ഡോമിനേറ്റ്സ് Fn ഓൺ ഇ. Fn-നെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ഡോമിനേറ്റ് ചെയ്യുക? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ ദ സെൻസ് ദാറ്റ് mod Fn less than or equal to g. അതായത് mod Fn less than or equal to g ആയിരിക്കും. mod Fn-നേക്കാൾ വലുതായിരിക്കും g. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡോമിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോമിനേറ്റ്സ് ഉള്ള പാർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ തിയറത്തിന് എന്തുള്ളത് ഡോമിനേറ്റ് കൺവേർജൻസ് എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ഈ ശ്രദ്ധിക്കണം, ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. g എന്നത് ഒരു ഇൻറ്റഗ്രബിൾ ആണ് ആൻഡ് g ഡോമിനേറ്റ്സ് Fn ഇൻ ദ സെൻസ് ദാറ്റ് mod Fn is less than or equal to g on e. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ Fn എന്നുള്ള സീക്വൻസ് എടുത്തു. ആ Fn ഉള്ളത് ഒരു മെഷറബിൾ സീക്വൻസ് ആണ്. അവിടെ g എന്നൊരു ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ഉണ്ട്. അത് Fn-നേക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് mod Fn എന്നുള്ളത് less than or equal to g on e ആണ് ഫോർ എവറി n, ഫോർ ഓൾ n. ഓക്കെ, ദെൻ ഇനി തിയറം എന്താ പറഞ്ഞത്? ഇഫ് Fn കൺവേർജസ് ടു f പോയിന്റ് വൈസ്. Fn കൺവേർജസ് ടു f പോയിന്റ് വൈസ് ആണെങ്കിൽ നമുക്ക് പറയാം f ഈസ് ഇൻറ്റഗ്രബിൾ. ഓക്കെ, നമുക്ക് കിട്ടിയതാണ് mod Fn ലെസ് ദാൻ ഈക്വൽ ടു g ആണ്. ഈ g എന്നത് ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ Fn-ന്റെ ലിമിറ്റായ f എന്തായിരിക്കും? ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ആൻഡ് ലിമിറ്റ് എൻട്രൻസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ Fn ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഈ f. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞതാണ് Fn കൺവേർജസ് ടു f പോയിന്റ് വൈസ് ആണെങ്കിൽ f എന്തായിരിക്കും? ആ ലിമിറ്റ് എന്തായിരിക്കും? ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇൻറ്റഗ്രബിൾ ആവണമെങ്കിൽ എന്തുണ്ടായാൽ മതി? അതിൻ്റെ ഒരു ഡോമിനേഷൻ ഇൻറ്റഗ്രബിൾ ആയിട്ട് കിട്ടിയാൽ മതി. ഒരു ഡോമിനേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഇൻറ്റഗ്രബിൾ ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം Fn-ന്റെ ലിമിറ്റും എന്തായിരിക്കും? ഇൻറ്റഗ്രബിൾ ആണ്. അതേപോലെ ലിമിറ്റ് ഇൻറ്റഗ്രൽ Fn എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ Fനോട് ഈക്വൽ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. ഇത് ഫാക്ടേഴ്സിലാമ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തു. എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്? Fn എന്നൊരു സീക്വൻസ് ആണ് അല്ലേ? Fn എന്നത് ഒരു സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ഗിവൺ ദാറ്റ് mod Fn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു g. നമുക്ക് ആദ്യം തന്ന കാര്യം mod Fn ലെസ് ദാൻ ഈക്വൽ ടു g ആണ് അല്ലേ? അതായത് Fn-നെക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്യേണ്ട ആര്? g. mod Fn ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ e. നമുക്കറിയാം Fn കൺവേർജസ് ടു f ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ e ആണ് അല്ലേ? Fn കൺവേർജസ് ടു f ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ e ആണ്. ആ f എല്ലാ Fn അല്ലേ, ഫോർ എവറി n, ഏത് n എടുത്താലും mod Fn ലെസ് ദാൻ ഈക്വൽ ടു g ആണ്. അതായത് mod F1 ലെസ് ദാൻ ഈക്വൽ ടു g, mod F2 ലെസ് ദാൻ ഈക്വൽ ടു g, mod F3 ലെസ് ദാൻ ഈക്വൽ ടു g അല്ലേ? അങ്ങനെ പോയി അതിൻ്റെ ലിമിറ്റായ mod f എന്തായിരിക്കും? ലെസ് ദാൻ ഈക്വൽ ടു g ആയിരിക്കും. കാരണം F1, F2, F3 ഒക്കെ എങ്ങടാ പോണത്? F1, F2 ഇതൊക്കെ കൺവേർജ് ചെയ്യുന്നത് എവിടേക്കാണ്? F-ലേക്കാണ്. അപ്പോൾ ഓരോ ടേംസ് ലെസ് ദാൻ g ആയതുകൊണ്ട് mod f നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെസ് ദാൻ g പറയാൻ പറ്റും. Therefore we get mod Fn is less than or equal to g on e and mod f less than or equal to g almost everywhere on e. അപ്പോൾ ഇവിടെ ഈ ഓൾമോസ്റ്റ് എവരിവെയർ വന്നത് നമുക്ക് തന്നിട്ടുണ്ട് Fn കൺവേർജസ് ടു f ഓൾമോസ്റ്റ് എവരിവെയർ. അതായത് എല്ലാ പോയിന്റിലും Fn എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യുന്നില്ല അല്ലേ? ഓൾമോസ്റ്റ് എവരിവെയർ ആയിട്ടേ കൺവേർജ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള വേർഡ് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? Fn mod Fn ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ e ആൻഡ് mod f ലെസ് ദാൻ ഈക്വൽ ടു g ഓൺ e എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് g ഈസ് ഇൻറ്റഗ്രബിൾ. g ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം f ലെസ് ദാൻ ഈക്വൽ ടു g ആണ്.
അതേപോലെ ജി ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആര് ഇൻ്റഗ്രബിൾ ആയിരിക്കും? എഫ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ പ്രകാരം എഫ് ലെസ് ആൻഡ് ജി ആണ്. അപ്പോൾ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ചെറിയ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ആയിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഗിവൺ ജി ഇസ് ഇൻ്റഗ്രബിൾ, ദെർഫോർ ആര് ഇൻ്റഗ്രബിൾ ആയിരിക്കും? മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതേപോലെ ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ആര് പറയാൻ പറ്റും? മോഡ് എഫ് ഇൻ്റഗ്രബിൾ എന്ന് പറയാൻ പറ്റും. ദെർഫോർ വി ക്യാൻ റൈറ്റ് ജി ഈസ് integrable implies mod fn is integrable. Mod fn integrable ആണ്. And also mod f is integrable. Okay, കാരണം എന്തുകൊണ്ടാ? mod fn less than or equal to g ആണ്, g integrable ആണ്. അപ്പോൾ mod fn integrable. അതേപോലെ mod f less than or equal to g ആയതുകൊണ്ട് g integrable ആണെങ്കിൽ mod f integrable. അങ്ങനെ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ മോഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ. തിരിക്കും പറയാൻ പറ്റും. എഫ് ഇൻ്റഗ്രബിൾ എന്ന് വെച്ചാൽ മോഡ് എഫ് ഇൻ്റഗ്രബിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെർഫോർ വി ക്യാൻ റൈറ്റ് എന്ത് പറയാൻ പറ്റും? എഫ് എൻ is integrable for every n. ഏത് n എടുത്താലും എഫ് എൻ ഇൻ്റഗ്രബിൾ, അതായത് എഫ് വൺ ഇൻ്റഗ്രബിൾ, എഫ് ടു ഇൻ്റഗ്രബിൾ, എഫ് ത്രീ ഇൻ്റഗ്രബിൾ അല്ലേ? കാരണം എന്താ? മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ ആണ്. മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഇൻ്റഗ്രബിൾ. എഫ് ഇൻ്റഗ്രബിൾ എന്ന് വെച്ചാൽ മോഡ് എഫ് ഇൻ്റഗ്രബിൾ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? എഫ് എൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് ഓൾസോ എഫ് ഈസ് ഇൻ്റഗ്രബിൾ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളപ്പോൾ പറഞ്ഞത് നമ്മൾ ആദ്യം മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജിയും എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. ഇത് മോഡ് എഫ് വൺ ലെസ് ദാൻ ഈക്വൽ ടു ജി, മോഡ് എഫ് ടു ലെസ് ദാൻ ഈക്വൽ ടു ജി, മോഡ് എഫ് ത്രീ ലെസ് ദാൻ ഈക്വൽ ടു ജി അല്ലേ? അതിങ്ങനെ പോയി ലാസ്റ്റ് ഈ എഫ് വൺ എഫ് ടു എഫ് ത്രീ ഒക്കെ എങ്ങോട്ടാണ് പോണത്? എഫിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്ത് പറ്റും? മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എവരിവെയറും കൂടിയുണ്ട്. Because fn converges to f almost everywhere ആയതുകൊണ്ട്. Therefore we can write mod fn less than equal to g on e and mod f less than equal to g almost everywhere on e എന്ന് പറയാം. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് g ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. അതിൽ വലിയ ഫംഗ്ഷനായ ജി ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ ചെറിയ ഫംഗ്ഷനായ എഫ് എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ആണ്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? വലിയ ഫംഗ്ഷനായ ജി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് അതിലും ചെറിയ മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ ആണ്. അതേപോലെ മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ, ദെർഫോർ ജി ഇൻ്റഗ്രബിൾ ഇംപ്ലൈസ് മോഡ് എഫ് എൻ ഈസ് ഇൻ്റഗ്രബിൾ ആൻഡ് ഓൾസോ മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഇൻ്റഗ്രബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? മോഡ് എഫ് എൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് എഫ് എൻ ഇൻ്റഗ്രബിൾ ആണ് ഫോർ എവറി എൻ ആൻഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. അപ്പോൾ എഫ് എന്നും എഫും ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ നമ്മളെ തിയറത്തിലെ ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് ക്ലിയർ. എഫ് ഈസ് ഇൻ്റഗ്രബിൾ. ഇനി നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റിലെ പ്രൂഫാണ്. മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൺ ഇ ആണ്. ആൻഡ് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. ആൻഡ് ജി ഇസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. ദെൻ ബൈ ഇൻ്റഗ്രൽ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം എഫും എഫ് എന്നും ഓൾസോ ഇൻ്റഗ്രബിൾ എന്ന് പറയാൻ പറ്റും. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ തിയറം 15 നമ്മൾ അപ്ലൈ ചെയ്യാണ്. എന്ത് തിയറം 15 പറയണത് നോക്കാം. തിയറം പ്രൊപ്പോസിഷൻ 15 പറയണത് ലെറ്റ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. എഫ് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെങ്കിൽ then f is finite almost everywhere on it. അപ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെങ്കിൽ എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വി ഗെറ്റ് മോഡ് എഫ് എൻ അല്ലെ? നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് എൻ ഈസ് ഇൻ്റഗ്രബിൾ. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയത് എഫ് ഈസ്
ഇൻ്റഗ്രബിൾ. അപ്പോൾ തിയറം 15 അല്ലെങ്കിൽ പ്രപ്പോസൽ 15 ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും ദെർഫോർ എഫ് എൻ ആൻഡ് എഫ് രണ്ടിലും പറയാം അല്ലേ. എഫ് എൻ ആൻഡ് എഫ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ഓക്കെ, കാരണം നമ്മൾ തിയറം പറയുന്നതാണ് ലെറ്റ് എഫ് എൻ ബി എൻ ഇൻ്റഗ്രബിൾ ഓവർ ഇ ദെൻ എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് എന്നും എഫും ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അപ്പോൾ ഈ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ സെറ്റ് ഇ നോട്ട് അല്ലേ. ഇ നോട്ട് എന്നുള്ള സെറ്റ് ഉണ്ടാവും, സബ്സെറ്റ് ഓഫ് ഇ അല്ലേ. ഇയുടെ സബ്സെറ്റ് ആയിട്ട് ഒരു ഇ നോട്ട് ഉണ്ടാവും. എന്താ ഇ നോട്ടിൻ്റെ പ്രത്യേകത? ഇ നോട്ടിനകത്ത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ്, എഫിൻ്റെ കേസ് ഈ കേസാണ് പറഞ്ഞത്, എഫിൻ്റെ കേസ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഫൈനൈറ്റ്. ഓക്കെ, ഇ നോട്ട് എന്നുള്ളൊരു സെറ്റ് ഉണ്ടാവും. ആ സെറ്റിൻ്റെ പറ്റി എന്താ? എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഫൈനൈറ്റ്. എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് അല്ലാത്ത എക്സുകളുടെ കളക്ഷനാണ് ഇ നോട്ട്. ആൻഡ് മെഷർ ഓഫ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ മെഷർ ഓഫ് ഇ നോട്ട് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയുള്ള ആ സെറ്റിൻ്റെ മെഷർ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കുകയാണ്. ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ ഇക്ക് ഒരു ഇ നോട്ട് എന്ന സബ്സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇ നോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഫൈനൈറ്റ്. ഫൈനൈറ്റ് അല്ലാത്ത ആൾക്കാരുടെ കളക്ഷൻ. അതിൻ്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഓൾമോസ്റ്റ് എവരിവെയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പ്രപ്പോസൽ 15 രണ്ടാമത്തെ ഭാഗം എന്താ പറയണത്? ആൻഡ് integral over E f is equal to integral over E minus E naught f, where E naught is a subset of E and measure of E naught is equal to 0. അപ്പോൾ E naught എന്നത് ഇയുടെ ഏതൊരു സബ്സെറ്റ് എടുത്താലും, E naught എന്ന ഇയുടെ ഏത് സബ്സെറ്റ് എടുത്താലും അതിൻ്റെ പ്രത്യേകം എന്താ? വിത്ത് മെഷർ E naught equal to 0. അപ്പോൾ ഇയുടെ മെഷർ 0 ആയ E naught എന്ന സബ്സെറ്റ് എടുത്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫും ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എഫും സെയിം ആയിരിക്കും. ഇ മൈനസ് ഇ നോട്ട് എഫ് എന്നാലും, അതായത് ആ മെഷർ 0 ആയ സെറ്റ് ഒഴിവാക്കിയാലും ഇൻ്റഗ്രൽ വാല്യൂവിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? മെഷർ 0 ആയ ഇ നോട്ട് എന്ന സെറ്റ് ഒഴിവാക്കിയാലും ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും ഇഫ് മെഷർ ഓഫ് ഇ നോട്ട് 0 ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ മെഷർ ഓഫ് ഇ നോട്ട് 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ നോട്ട് ഫൈനൈറ്റ് ആയത് ഇൻഫൈനൈറ്റ് ആയ, നോട്ട് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്, എഫ് ഓഫ് എക്സ് ഇൻഫൈനൈറ്റ് ആയ ഈ ഇ നോട്ട് എന്ന സെറ്റ് ഒഴിവാക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ തിയറം പ്രപ്പോസൽ 15 രണ്ടാമത്തെ ഭാഗം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇ നോട്ട് എന്ന സെറ്റ് നമുക്ക് ഒഴിവാക്കാം. അതായത് നമുക്ക് ഓൾമോസ്റ്റ് എവരിവെയർ മാറ്റിയിട്ട് എന്താക്കാം? ഫൈനൈറ്റ് ഓൺ ഇ എന്ന് എഴുതാൻ പറ്റും. നേരിട്ട് ഫൈനൈറ്റ് പറയണതല്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ തന്നെയാണ്, ബട്ട് അവിടെ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ആ ഫൈനൈറ്റ് അല്ലാത്ത സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിമൂവ് ചെയ്യാം, അത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഒഴിവാക്കിയാലും എന്തില്ല? വ്യത്യാസം ഉണ്ടാവില്ല. സോ വി ക്യാൻ റൈറ്റ് എഫ് എൻ ആൻഡ് എഫ് ആർ ഫൈനൈറ്റ് ഓൺ ഇ എന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് എവരിവെയർ നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ തിയറത്തിൽ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വി ഇൻഫർ ഫ്രം പ്രപ്പോസൽ 15. പ്രപ്പോസൽ 15 പ്രകാരം നമ്മൾ ഇൻഫർ ചെയ്യാൻ പോവാണ്. എന്താണ്? ദാറ്റ് ബൈ പോസിബിളി എക്സൈസിങ് ഫ്രം ഇ എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് ഓഫ് മെഷർ 0. മെഷർ 0 ആയ ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റിമൂവ് ചെയ്യാണ്. ആൻഡ് യൂസിങ് ദ കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ലബേഗ് മെഷർ.
നമ്മൾ ആ കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ലെബെഗ് മെഷർ പ്രകാരം നമുക്ക് പറയാൻ പറ്റും we can assume that f and fn is finite on E. ഫൈനൈറ്റ് ഓൾമോസ്റ്റ് everywhere മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം എഫും എഫ്എന്നും ഫൈനൈറ്റ് ഓൺ ഇ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഓക്കെ, ഫൈനൈറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. വി ഹാവ് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ മോഡ് എഫ് എൻ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ജി. മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ജി ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി എന്ന് കിട്ടി അല്ലേ. നമ്മൾ ഈ കഷ്ണം മാത്രം എടുത്തു. എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ജി. എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ജി implies g minus fn is greater than or equal to 0. ക്ലിയർ അല്ലേ? എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആണെങ്കിൽ ജി ആണ് വലുത്. അപ്പോൾ ജിയിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ജി മൈനസ് എഫ് എൻ ഇസ് എ നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ. കാരണം എന്താ, നമുക്കറിയാം ജി ഇൻ്റഗ്രബിൾ ആണ്. ഇൻ്റഗ്രബിൾ ആണെന്ന് വെച്ചാൽ മെഷറബിൾ ആണ്. അപ്പോൾ ജി മെഷറബിൾ ആണ്. എഫ് എൻ എന്നുള്ളത് മെഷറബിൾ സീക്വൻസ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജി മൈനസ് എഫ് എൻ എന്താണ്, മെഷറബിൾ ആണ്, അതേപോലെ നോൺ നെഗറ്റീവ് ആണ്. സോ വി ഗെറ്റ് ജി സീക്വൻസ് ജി മൈനസ് എഫ് എൻ ഈസ് എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. സീക്വൻസ് എഫ് എന്നുള്ളത് ഒരു സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സിമിലർലി നമ്മളൊരു കാര്യം കൂടി ഇവിടെ നോക്കുകയാണ്. ഇവിടെ ജി നമുക്ക് അതേപോലെ നമുക്ക് എന്ത് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൈനസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് പറയാൻ പറ്റും. ദെർഫോർ ഈ കഷ്ണം മാത്രം എടുക്കുമ്പോൾ ജി മൈനസ് എഫും എന്തായിരിക്കും, പോസിറ്റീവ് അല്ലേ, നോൺ നെഗറ്റീവ്. ജി മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ജി മൈനസ് എഫ് എന്നുള്ളതും ഒരു മെഷറബിൾ സീക്വൻസ് ആണ്, മെഷറബിൾ ഫംഗ്ഷൻ ആണ്, നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അപ്പം നമുക്ക് നോക്കുകയാണ്, വാട്ട് ഇസ് ദ ലിമിറ്റ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി മൈനസ് എഫ് എൻ എടുത്തു. ജി മൈനസ് എഫ് എന്നിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി മൈനസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എന്ന് പറയാം അല്ലേ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ജി ഒരു ഫിക്സഡ് ഫംഗ്ഷൻ ആണ് അല്ലേ, ജി ഒരൊറ്റ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് തന്നെയാണ് ജി തന്നെയാണ്. ജി മൈനസ് എഫ് എന്നിൻ്റെ ലിമിറ്റ് എന്താണ്, എഫ് ആണ്. അപ്പോൾ ഈ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ മാറിയിട്ട് എന്താവും, എഫ് ആവും. ഇത് എപ്പോഴും ഇല്ല, ഓൾമോസ്റ്റ് എവരിവെയർ അല്ലേ, കാരണം എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് പറയാൻ പറ്റും ജി മൈനസ് എഫ് എൻ കൺവേർജസ് ടു ജി മൈനസ് എഫ് ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, വി ഗെറ്റ് സീക്വൻസ് ജി മൈനസ് എഫ് എൻ കൺവേർജസ് ടു ജി മൈനസ് എഫ് ഓൾമോസ്റ്റ് എവരിവെയർ. ഇവിടെ എന്താണ്, ജി മൈനസ് എഫ് എൻ എന്താണ്, നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് അല്ലേ. നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ് ആണ് ജി മൈനസ് എഫ് എൻ. അതിൻ്റെ ലിമിറ്റ് ജി മൈനസ് എഫ് ആണ്, ഓൾമോസ്റ്റ് എവരിവെയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫാക്ടോഴ്സ് ലെമ്മ നോക്കാം. എന്താ ഫാക്ടോഴ്സ് ലെമ്മ പറയണത്, ഇഫ് എഫ് എൻ is a non-negative sequence of measurable functions on E and Fn converges to F point-wise almost everywhere, then integral over E F is less than or equal to limit infimum integral over E Fn. ഇതാണ് നമ്മൾ ഫാക്ടോഴ്സ് ലെമ്മ പറഞ്ഞത്. എഫ് എൻ എന്നൊരു സീക്വൻസ് എടുക്കുക, ആ സീക്വൻസ് അല്ലേ അതാണ് ഇഫ് എഫ് എൻ സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആവുക. എഫ് എൻ എന്നത് നോൺ നെഗറ്റീവ് സീക്വൻസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം
ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഇതാണ് ഫാക്ടോസ് ലെമ്മ പറഞ്ഞത്. ഇവിടെ ഈ ഫാക്ടോസ് ലെമ്മയിൽ എഫ് എന്നിന് പകരം നമുക്കിവിടെ ഏത് അപ്ലൈ ചെയ്യാം? ജി മൈനസ് എഫ് എൻ എടുക്കാം. അപ്പോൾ ജി മൈനസ് എഫ് എൻ നോൺ നെഗറ്റീവ് ആണ്, മെഷറബിൾ ഫംഗ്ഷൻ ആണ് അല്ലേ. അതിൻ്റെ ലിമിറ്റ് എഫിന് പകരം ഇവിടെ ഏതാണ്? ജി മൈനസ് എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഫ് കാണുന്നിടത്ത് ജി മൈനസ് എഫ് കൊടുക്കുക, എഫ് എൻ കാണുന്നിടത്ത് ജി മൈനസ് എഫ് എൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തിയറം എന്തായി മാറും? അപ്ലൈയിങ് ദീസ് ടു അല്ലേ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫിന് പകരം ജി മൈനസ് എഫ്, ജി മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് എന്ന് കിട്ടി. ഇനി നമുക്ക് ലീനിയാരിറ്റി അപ്ലൈ ചെയ്യണം. ഇവിടെ ലീനിയാരിറ്റി കൊടുക്കുകയാണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ജി അല്ലെങ്കിൽ എഫ് പ്ലസ് ജി എന്നാണ്. ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ജി ആണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് എൻ. അതേപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് മാത്രമാണ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം. ഇവിടെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് നമുക്ക് ജി പ്ലസ് മൈനസ് എഫ് എന്ന് എഴുതി. ഓക്കെ, ഇനി അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് എഴുതാം അല്ലേ. അപ്പം എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? അവിടെ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് എഴുതാൻ പറ്റും. എന്ത് ചെയ്യാം? ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദർഫോർ വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അവിടെ ഉണ്ട്. റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിയിരുന്നതാണ് ഇൻ്റഗ്രൽ ഓവർ ഇ അല്ലേ, ജി ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ എഴുതുന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് മാത്രം എഴുതാണ് ലിമിറ്റ് ഇൻഫിമം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ്റഗ്രൽ ഓവർ ഇ ജി വരും അല്ലേ, ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ലിമിറ്റ് ഇൻഫിമം പിന്നെ എന്തുണ്ട്? സോറി, എന്തുണ്ട്? മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് അല്ലേ. ഞാൻ ഇത് ഈ മൈനസ് നമുക്ക് പ്ലസ് മൈനസ് എന്ന് എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ പ്ലസ് എഴുതി. ഇനി മൈനസ് എന്തുണ്ട്? ഇൻ്റഗ്രൽ എഫ് എൻ ഉണ്ട്. അവിടെ കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. അപ്പോൾ മൈനസ് അവിടെ എഴുതണം, നേരിട്ട് മൈനസ് സ്പ്ലിറ്റ് ചെയ്യരുത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം ലിമിറ്റ് ഇൻഫിം ആണ്. ലിമിറ്റ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ലിമിറ്റ് ഇൻഫിം ആകുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ജി. ഇൻ്റഗ്രൽ ജി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ ഇതെന്താ? ഫസ്റ്റ് ടേം എന്താവും? ഇൻ്റഗ്രൽ ഓവർ ഈ ജി തന്നെ ആവും. ഇനി മൈനസിന് നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ലിമിറ്റ് ഇൻഫിമത്തിന് പുറത്തേക്ക് മൈനസ് എടുക്കുമ്പോൾ എന്തായി മാറും? മൈനസ് സുപ്രീം എന്നാവും. അതായത് കണ്ടീഷൻ ഉണ്ട് ഇൻഫിമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫിമം മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീമം എഫ്. ഓക്കെ, ഇൻഫിമത്തിൻ്റെ ഉള്ളിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസും പുറത്ത് വരും, ഇൻഫിമം മാറിയിട്ട് എന്താവും? സുപ്രീം ആവും. തിരിച്ചു അതെ, സുപ്രീമത്തിനുള്ളിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? മൈനസ് വരും, സുപ്രീമം മാറിയിട്ട് എന്താവും? ഇൻഫിം ആവും. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്തായി മാറും? പ്ലസ് അല്ലെ, മൈനസ് പുറത്തേക്ക് വന്നു, ലിമിറ്റ് ഇൻഫിമം മാറിയിട്ട് എന്താവും? സുപ്രീമം എന്നാവും, ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ട് തലയും ഒന്ന് കണക്ട് ചെയ്യാണ്. കണക്റ്റിംഗ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. കാരണം ഫസ്റ്റ് കിട്ടിയത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എഫ് നോട്ട് എഫ് എഫ് എൻ അല്ല എഫ് അല്ലേ, നമ്മൾ തുടങ്ങിയതാണ്. ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. ഇനി എന്താണ്? ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. ഇവിടെ എന്തുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. പിന്നെ ഇവിടുന്നാണ് ഈക്വൽ ടു ഉള്ളൂ. ഇവിടെ എന്തായി മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഏറ്റവും തലക്കിൽ ഇപ്പം എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻ്റഗ്രൽ ജി മൈനസ് ലിമിറ്റ് സുപ്രീമം അല്ലേ. അത് കൊടുക്കുമ്പോൾ എന്താവും? ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി എന്നുള്ളത് ഫൈനൈറ്റ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാൻസൽ ചെയ്യാം. സെയിം
ഫൈനൈറ്റ് ആണെച്ചാൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജി ഇൻ്റഗ്രബിൾ ആവണം എന്ന് പറഞ്ഞത്. ജി ഇൻ്റഗ്രബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജിയുടെ വില ഇൻഫിനിറ്റി വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഫിനിറ്റി -2 = ഇൻഫിനിറ്റി -3 തന്നു വരുതാം. ഇൻഫിനിറ്റി -2 = ഇൻഫിനിറ്റി -3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി കട്ട് ചെയ്തിട്ട് -2 = -3 എന്ന് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ റോങ്, ബിക്കോസ് നമ്മൾ ക്യാൻസൽ ചെയ്യണത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഫൈനൈറ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് നമ്പറിനെ മാത്രം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻ്റഗ്രൽ ജി ഫൈനൈറ്റ് ആയതുകൊണ്ട്, ഇൻ്റഗ്രൽ ജി ഇൻ്റഗ്രബിൾ ആണ്, അതായത് ഇൻ്റഗ്രൽ ജി ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ ജി കട്ട് ചെയ്ത് പോവും. ബാക്കി നമുക്ക് കിട്ടുക വിച്ച് ഇംപ്ലൈസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് is less than or equal to minus limit supremum integral over f. നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് പോകാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഉണ്ടാവും അല്ലേ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ലിമിറ്റ് മാറില്ല, ലിമിറ്റ് സുപ്രീമോ ഇൻഫിമോ ഒന്നും മാറില്ല. പുറത്തേക്ക് എടുക്കുമ്പോൾ മാത്രമാണ് ലിമിറ്റ് എന്ത് ചെയ്യുള്ളൂ, ആ വാല്യൂ മാറുള്ളൂ. അപ്പോൾ അതൊന്ന് തിരിച്ചെഴുതാം. ദർഫോർ വി ഗെറ്റ് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയെന്ന് ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാം ജി മൈനസ് എഫ് എൻ എന്നുള്ള സീക്വൻസ് നോൺ നെഗറ്റീവ് ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, നമുക്കറിയാം മോഡ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൈനസ് ജി ലെസ് ദാൻ എഫ് എൻ ലെസ് ദാൻ ജി എന്ന് കിട്ടും. ഈ എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ജി മാത്രം എടുക്കുമ്പോൾ ജി മൈനസ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ജിയും മെഷറബിൾ ആണ്, എഫ് എന്നും മെഷറബിൾ ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എൻ എന്നുള്ളത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്, നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ജി മൈനസ് എഫ് എൻ ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. അതിൻ്റെ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് കൊടുക്കുമ്പോൾ ജി മൈനസ് എഫ് എൻ്റെ ലിമിറ്റ് ജി മൈനസ് എഫ് എന്ന് കിട്ടും. അതും നോൺ നെഗറ്റീവ് ആണ്, കാരണം ജി എന്താണ് മോഡ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ്. ദർഫോർ ജി മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ജി മൈനസ് എഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫാക്ടോസിലാകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഫാക്ടോസിലാകുമ്പോൾ പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്നാണ്. എഫിന് പകരം ജി മൈനസ് എഫും എഫ് എന്ന് പകരം ജി മൈനസ് എഫ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് എഫ് എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്തായി മാറും, ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് എഫ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ ജി പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് വെച്ചത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നടുവിൽ പ്ലസ് ഇട്ട് മൈനസിനെ മാറ്റി അല്ലേ. ഈ മൈനസിന് നമുക്ക് മാറ്റിയിട്ട് എന്തെടുത്തു, ഈ മൈനസ് ഉള്ളിടത്ത് നമ്മൾ എന്താക്കി, പ്ലസ് മൈനസ് എന്നാക്കി. അപ്പോൾ പ്ലസ് മൈനസ് മൈനസ് തന്നെയാണ് അല്ലേ. അപ്പോൾ വ്യത്യാസമില്ല. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ചെയ്തു, ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു, ലിമിറ്റിനെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഗെറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ ജി പ്ലസ് ലിമിറ്റ് ഇൻഫിമം മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടി. ഈ മൈനസിനെ ലിമിറ്റ് ഇൻഫിമത്തിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ, ഇൻഫിമത്തിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്തായി മാറും, മൈനസ് സുപ്രീം എന്നാവും. അപ്പം ആദ്യത്തെ ഇൻ്റഗ്രൽ ജി എന്നുള്ളത് ഫൈനൈറ്റ് ആയതുകൊണ്ട് അല്ലെ, ഒറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അത് തന്നെയാണ്, ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്നാവും. കാരണം ഈ ഇൻഫിമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്തായി മാറും, മൈനസ് സുപ്രീമം എന്നാവും. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഫസ്റ്റും ലാസ്റ്റും ഒന്ന് കണക്ട് ചെയ്ത് എഴുതി. അവിടെ ഇൻ്റഗ്രൽ ഓവർ ഈ ജി എന്നത് എന്താണ്, ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് പുറത്തും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് മൈനസ് ഇൻ്റഗ്രൽ എഫ് ലെസ് ദാൻ മൈനസ് ലിമിറ്റ് ഇൻ സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടി. ദാറ്റ്ഫോർ ഇൻ്റഗ്രൽ എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും, ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടി. സിമിലർലി നമ്മൾക്ക് അറിയണ രണ്ടാമത്തെ ഭാഗം എടുക്കുകയാണ്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ രണ്ട് കഷ്ണം കിട്ടിയില്ലേ. രണ്ടാമത്തെ ഇൻഈക്വാളിറ്റി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇൻഈക്വാളിറ്റി എടുക്കുകയാണ്. രണ്ടാമത്തെ ഇൻഈക്വാളിറ്റി എന്താ, മൈനസ് ജി ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ. ഇതൊരു അപ്ലൈ നമുക്ക് എന്താ കിട്ടുക,
minus g less than or equal to fn. Therefore g plus fn അല്ലേ, ഈ ജീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ, അതെന്താകും വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ജി പ്ലസ് എഫ് എൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ മൈനസ് ജി ലെസ് ദാൻ എഫ് എൻ ആണ്. അപ്പോൾ ഈ മൈനസ് ജി നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് ജി, ദാറ്റ് ഈസ് ജി പ്ലസ് എഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൻ്റെ ലിമിറ്റ് എന്ത് വരും, ജി പ്ലസ് എഫ് എന്ന് കിട്ടും. നേരത്തെ ചെയ്താൽ അത് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ജി പ്ലസ് എഫ് എന്ന് കിട്ടും. അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ജി പ്ലസ് എഫ് എന്നുള്ളത് സീക്വൻസ് കിട്ടി അല്ലേ. വി ഗെറ്റ് എ സീക്വൻസ് ജി പ്ലസ് എഫ് എന്നുള്ളൊരു സീക്വൻസ് കിട്ടി. ഇത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. ഇതിൻ്റെ ലിമിറ്റ് ജി പ്ലസ് എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. ഇവിടെ ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് എഫ് എന്ന് കിട്ടി. ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ ഓവർ ഇ ജി തന്നെ ആവും. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല, കാരണം എന്താ ഇൻ്റഗ്രൽ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ജി ആണ്, ഇൻ്റഗ്രൽ ജി ആണ് പ്ലസ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ജി എന്ന് കിട്ടി. കാരണം ഇവിടെ സോറി നോട്ട് ജി എൻ എഫ് എൻ, ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഇവിടെ വേറെ ഒന്നുമില്ല, പ്ലസ് എഫ് ആണ്. അപ്പോൾ നമുക്കൊന്നും മാറ്റാനില്ല, അതുപോലെ എഴുതി. ഇവിടെ ഇൻ്റഗ്രൽ ജി കട്ട് ചെയ്ത് പോയി. സോ വി ഗെറ്റ് ദ സെക്കൻഡ് ഇൻഇക്വാലിറ്റി, രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി നമുക്ക് കിട്ടുകയാണ്. therefore that is integral over e f is less than or equal to limit infimum integral over e fn. Case number 2. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യുക. കണക്റ്റിംഗ് 1 and 2 കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് സുപ്രീമം integral over e fn is less than or equal to integral over e f is less than or equal to limit infimum integral over e fn. Equation number 3 കൊടുക്കുക. equation 3 കിട്ടി. equation 3 എന്താ കിട്ടിയത്, we get equation 3 ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതാണ്. ലിമിറ്റ് സുപ്രീമം integral over e fn is less than or equal to integral over e f is less than or equal to limit infimum integral over e fn. അതാണ് ഇക്വേഷൻ 3. നമുക്കറിയാം ഫോർ എവറി അല്ലെ ഏത് ഫംഗ്ഷൻ എടുത്താലും ഫോർ എനി എഫ് എഫ് എന്ന ഏത് ഫംഗ്ഷൻ എടുത്താലും അല്ലെങ്കിൽ എഫ് എൻ എന്നുള്ള ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ഏതൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എടുത്താലും ലിമിറ്റ് ഇൻഫിമം എഫ് എൻ is always less than or equal to limit supremum fn. ഇത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഫോർ എവറി എഫ് എൻ ഏത് എഫ് എൻ എന്നുള്ള സീക്വൻസ് എടുത്താലും ലിമിറ്റ് ഇൻഫിമം ആയിരിക്കും ലിമിറ്റ് സുപ്രീമത്തിനെക്കാട്ടിലും ചെറുതുണ്ടാവുക. അപ്പോൾ ഇനി ഇൻ്റഗ്രൽ എഫ് എൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ സുപ്രീമം ഇൻ്റഗ്രൽ എഫ് എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷൻ എടുത്താലും നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇൻഇക്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 4 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4 രണ്ടും കൂടി കണക്ട് ചെയ്യുക. സോ വി ഗെറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടി. അപ്പോൾ രണ്ട് തലക്കത്തെയും ലിമിറ്റ് ഇൻഫിമാണ്, സെയിം ആണ്. അപ്പോൾ നടുവത്തെ ഇൻഇക്വാലിറ്റി ഒക്കെ മാറിയിട്ട് എന്തായി മാറും, ഇക്വാലിറ്റി ആയി മാറും. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം, ഇക്വാലിറ്റി ആക്കാം. അതൊക്കെ ഈക്വൽ ആവും, കാരണം ഈ രണ്ട് ടേംസും സെയിം ആണ്. therefore we get limit infimum integral over e fn is equal to limit supremum integral over e fn is equal to integral over e f. രണ്ടാമത്തെ ലിമിറ്റ് ഇൻഫിമം തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്രീമവും ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ പറയാം ലിമിറ്റ് എന്നാണ്, which implies limit integral over e fn is equal to integral over e f. Hence our theorem. Thank you.